അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ഒരു നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. ഈ കാര്യം അള്ളാന്റെ റസൂൽ തന്റെ സഹാബികളോട് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയൊരു മുസീബത്ത്, ഒരു വിപത്ത് എന്താണ് നബിയെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്ത് എന്ന് സഹാബാക്കൾ ചോദിക്കുമ്പോ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ സ്നേഹത്തിന്റെ വിളനിലമായ ഔദാര്യത്തിന്റെയും സമാധാനത്തിന്റെയും വിജ്ഞാന വിതരണത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയ സുന്ദരമായ സുദിനങ്ങൾ, ആ സുദിനങ്ങളുടെ അവസാനത്തെ രാത്രിയായി കഴിഞ്ഞാൽ ബക്കത്തിസ്സമാവാതു വൽ അർളു വൽ മലായികതു മുസീബതൻ ലിഉമ്മത്തി, ആകാശഭൂമികൾ കരയുകയാണ്, മലായികത്തുകൾ നിലവിളിക്കുകയാണ്. അവർ ആ അനുഗ്രഹം പോകുന്നതിന്റെ പേരിൽ, റമളാൻ പോകുന്നതിന്റെ പേരിൽ അവരെല്ലാവരും കണ്ണീരൊലിക്കുകയാണ്. ആകാശങ്ങൾ കരയുകയാണ്, ഭൂമി കരയുകയാണ്, ആ ഭൂമിയിലുള്ള വസ്തുക്കൾ കരയുകയാണ്. എന്താണ് അവർ കരയുന്നതിന്റെ കാരണം? മുസീബത്തൻ ലിഉമ്മത്തി, മുഹമ്മദീയ സമുദായത്തിന് വന്ന നാശമേ, മുസീബത്തേ എന്ന് ആലോചിച്ചുകൊണ്ട് മലായികത്തുകൾ കരയുകയാണ്. ആകാശഭൂമികൾ ഏങ്ങി ഏങ്ങി കരയുകയാണ്. ആരാധനയുടെ രുചിയറിഞ്ഞ ദിനരാത്രികൾ മടങ്ങുകയാണ്. മാന്യനായൊരു മനുഷ്യൻ പോകും പോലെ ആവേശത്തോടെ ക്ഷണിച്ചു വരുത്തിയൊരു അതിഥി വന്നിട്ട് ആരോടും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ നേരെയങ്ങ് നടന്നുപോയി. ആ റമളാൻ വിട പറയുന്ന അവസാനത്തെ രാത്രിയാകുമ്പോ മലായികത്തുകൾ നിലവിളിക്കുന്നു, ആകാശഭൂമികൾ കരയുന്നു. അള്ളാന്റെ റസൂലിനോട് സഖാക്കൾ ചോദിക്കുകയാണ്, സഹാബികൾ ചോദിക്കുകയാണ്, അയ്യു മുസീബത്തുൻ ഹിയാ, ഏത് മുസീബത്താണ് നബിയേ? ഹബീബായ തങ്ങൾ പറയുന്നു, റമളാൻ വിട പറയുകയാണ്, പോവുകയാണ്. കാരണം എന്തേ? ആ റമളാനിലെ പ്രാർത്ഥനകൾക്ക് ഇജാബത്തുണ്ടായിരുന്നു. ആ റമളാനിലെ സദഖകൾക്ക്, കാരുണ്യത്തിന്റെ കൈനീട്ടങ്ങൾ അല്ലാഹു സ്വീകരിച്ചിരുന്നു. ആ റമളാനിലെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ടായിരുന്നു. ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലിയായിരുന്നു, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയായിരുന്നു. എത്ര സ്വതക്കകളാണ് പള്ളികളിൽ വിതരണം ചെയ്യപ്പെട്ടത്. ഓരോ വക്തിനും പാവപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് നിന്ന് മുഅ്മിനീങ്ങളോട് പറയും, എനിക്ക് സുഖമില്ല, രോഗിയാണ്, മരുന്ന് വാങ്ങാൻ പൈസയില്ലെന്ന് പറഞ്ഞപ്പോ അവന്റെ മനസ്സും അവന്റെ കീശയും നിറപ്പിച്ചു. അശറിന് വന്നിട്ട് അടുത്ത ആളും വന്ന് എന്റെ മകളെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് 3 സലാത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് സലാം ചൊല്ലി പറയുമ്പോ ഒരു വിഷമവും കൂടാതെ നേരത്തെ പൈസ എടുത്ത കീശയിലേക്ക് കൈയിട്ടുകൊണ്ട് അവന്റെയും ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഏതൊക്കെ വക്തുകളുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഓരോരുത്തരും സദഖകൾ പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് വന്നപ്പോ മഗ്രിബിനതാ വിശാലമായ ഇഫ്താർ മജ്ലിസ് സംഘടിപ്പിച്ച് എല്ലാ ആളുകൾക്കും വിശാലമായി മനസ്സും വയറും നിറപ്പിച്ചു കൊടുത്ത സുന്ദരമായ മാസമിതാ. വസ്സദഖാതു മഖ്ബൂലാ, സദഖകൾ സ്വീകരിക്കപ്പെട്ട സമയമാ, മാസമാ, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിച്ച മാസമാ. മാത്രമല്ല വൽ അദാബു മർഫൂഅ, അദാബ് ഉയർത്തപ്പെട്ട മാസമാണ്. നരകത്തെ കൊട്ടിയടച്ച മാസമാണ്. പിശാചിനെ പിടിച്ചു കെട്ടിയ മാസമാണ്. സ്വർഗവാതിലുകൾ തുറന്നിട്ട മലർക്കേ തുറന്നിട്ട മാസമാണ്. അങ്ങനെ ഐശ്വര്യത്തിന്റെയും നന്മയുടെ
നന്മയുടെയും സമാധാനത്തിന്റെയും വിജ്ഞാന വിതരണത്തിന്റെയും വിളനിലമായ റമളാൻ പോവുകയാണ്. ആത്മീയ മണ്ഡലങ്ങളിൽ മനുഷ്യന്റെ മനോമുകുരത്തിൽ ഈമാനിന്റെ പുതുവെളിച്ചം തന്ന ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് അവനെ കൈപിടിച്ചാനയിച്ച പരിശുദ്ധമായ റമളാൻ ദിനരാത്രികളിൽ അതാ തക്ബീറിന്റെയും തഹ്ലീലിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ആത്മാർത്ഥമായ ഇബാദത്തിന്റെയും രുചിയറിഞ്ഞ് ആരാധന ചെയ്തതിന്റെയും മാസമാണ് റമളാൻ. ആ റമളാൻ പോവുകയാണ്. ഇതിലും വലിയ മുസീബത്ത് ഏതാണ് സഹാബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദിന് നഷ്ടം, ഉമ്മത്ത് മുഹമ്മദിന് മുസീബത്ത്, ഉമ്മത്ത് മുഹമ്മദിന് വല്ലാത്ത ഖേദം. ആരാണ് അതിന്റെ പേരിൽ കരയുന്നത്? മാലാഖമാര് ആകാശത്തിന്റെ സിദ്റത്തുൽ മുന്തഹായുടെ താമസക്കാര് കരയുന്നു, ഭൂമി കരയുന്നു, ആകാശങ്ങൾ കരയുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് സംഭവിച്ച മുസീബത്തിന്റെ കാരണം? മനുഷ്യന്മാരായ നമുക്ക് സംഭവിച്ച മുസീബത്താണ് അവരുടെ കരച്ചിലിന്റെ കാരണമെങ്കിൽ ഫനഹ്നു അഹഖു ബിൽ ബുക്കാ, ഏറ്റവും അർഹത കരയാൻ നമുക്കല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ രാത്രികളിലേക്ക് പകലുകളിലേക്ക് കടക്കുമ്പോ പെരുന്നാളിന്റെ സന്തോഷം നമുക്ക് അനുവദിക്കപ്പെട്ട സന്തോഷമാണെങ്കിലും ആ പുണ്യമായ റമളാൻ ഇനി ഒരാവർത്തി കൂടി എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമോ എന്ന് ഒരാൾക്കും മറുപടി പറയാൻ കഴിയൂല, ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിയൂല. ഈ സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങളും കണ്ണുകളും ഉയർത്തിക്കൊണ്ട് കരയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? അല്ലാ അല്ലാ, ഇത് എൻ്റെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഒരുപാട് റമളാനുകളിൽ ആവേശവും ആഫിയത്തും ആയുസ്സും നൽകണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അല്ലാഹുമ്മ അഇദ് അലൈനാ ശഹ്റ റമളാൻ, അല്ലാഹുമ്മ അഇദ് അലൈനാ ശഹ്റ റമളാൻ. ആത്മാർത്ഥമായി കരഞ്ഞുകൊള്ളുക, അല്ലാഹുവിനോട് കേണ് അപേക്ഷിച്ചു കൊള്ളുക. ഇനിയും ഒരുപാട് റമളാനുകളിൽ ഹയാത്ത് വേണം, ഇനിയും ഒരുപാട് റമളാനുകളിൽ ആഫിയത്ത് വേണം, ഇനിയും ഒരുപാട് റമളാനുകളിൽ ആവേശം വേണം. ആ തറാവീഹ് നിസ്കരിക്കണം. അതാ മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദമുണ്ടല്ലോ, അസ്സലാത്ത ജാമിഅ റഹിമക്കുമുല്ലാഹ് സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി. ഇതങ്ങ് പറയുമ്പോഴേക്കും മുഅ്മിനീങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നത് ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് കാണാൻ കഴിയുക, കേൾക്കാൻ കഴിയുക? മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് വഅദ് പറയുന്നത് ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് കേൾക്കാൻ കഴിയുക? ഉസ്താദുമാരുടെ നല്ല നല്ല വഅദുകൾ ഇങ്ങനെ കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയൊരു റമളാൻ എത്ര കാലം ഞാൻ കാത്തിരിക്കണമെന്നുള്ള വേദനയോടെ വിഷമത്തോടെ അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും റമളാൻ ആവർത്തിച്ച് നമ്മുടെ ആയുസ്സിൽ ലഭിക്കാൻ, ആ ആയുസ്സിൽ ആഫിയത്തുണ്ടാകാൻ, ആ ആഫിയത്തുള്ള ആയുസ്സിൽ ആവേശത്തോടെ സ്വീകരിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു നമുക്ക് ധാരാളം റമളാനുകളിൽ ആഫിയത്തും ആവേശവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറയുകയാണ്, അസ്സിയാമു വൽ ഖുർആൻ, ഖുർആനും നോമ്പും യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശകരാണ്. പരിശുദ്ധമായ നോമ്പ് അവിടെ വരും. പരിശുദ്ധമായ നോമ്പ് വന്നിട്ട് അല്ലാഹുവിനോട് പറയും, ഐ റബ്ബ്, അല്ലയോ റബ്ബേ, രക്ഷിതാവേ, അല്ലാഹുവേ, മനഅതുഹു തആമ വശഹവാതി ബിന്നഹാർ, ഞാനാകുന്ന നോമ്പ് ഈ അടിമയുടെ ഭക്ഷണം തടഞ്ഞിട്ടുണ്ട്.
ഞാനാകുന്ന നോമ്പ് ഈ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എന്റെ പേരിൽ അവർ ഭക്ഷണം മാറ്റിവെച്ചു, എന്റെ പേരിൽ അവർ പാനീയം മാറ്റിവെച്ചു, എന്റെ പേരിൽ അവർക്ക് അനുവദിച്ച സുഖ ആഡംബരങ്ങൾ മാറ്റിവെച്ചു. തൊട്ടടുത്ത് വിളിപ്പാടകലെ ഒരു കയ്യത്തും ദൂരത്ത് ഭക്ഷണമുണ്ട്. കൊടും വെയിലത്ത് വലിയ ചൂടനുഭവപ്പെട്ടപ്പോ അവരുടെ ഫ്രിഡ്ജിൽ നല്ല തണുത്ത ശീതള പാനീയമുണ്ട്. പക്ഷേ നോമ്പ് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഒരു കവചമായി നിന്നു. റബ്ബേ, അതുകൊണ്ട് അവന്റെ ഭക്ഷണം ഞാൻ മുടക്കി, അവന്റെ ജലപാനം ഞാൻ മുടക്കി, അവൻ അനുവദിക്കപ്പെട്ട ഭാര്യയുമായുള്ള അവന്റെ സംസർഗം ഞാൻ മുടക്കി, മറ്റ് ടൈം പാസുകളെല്ലാം മുടക്കി. അതുകൊണ്ട് റബ്ബേ, അവന് നീ പ്രതിഫലം കൊടുക്കണം. ആ നോമ്പ് വന്നിട്ട് നമുക്ക് വേണ്ടി പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തീർന്നില്ല. ഖുർആൻ വരുന്നു, പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് ആ ഖുർആൻ പറയുന്നു, മനഅതുഹുൻ നൗമ ബില്ലൈൽ. അല്ലാഹുവേ, ഇവൻ രാത്രിയിൽ എന്നെ ഓതിയത് കാരണം അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞു. അവൻ ഉറങ്ങാൻ പറ്റിയില്ല. നിശീധീനയുടെ നിശബ്ദതയിൽ കൂട്ടുകാര് കൂർക്കം വലിച്ചുറങ്ങിയപ്പോ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അവൻ പറയുകയാ, മാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഇങ്ങനെ ഓതി അവൻ ഉറക്കമൊഴിച്ചിരുന്നു. ഓതി ഖത്മാത്തുകൾ തീർത്തു. ആവർത്തിച്ച് പല കുറി അവൻ എന്നെ ഓതിയതാ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അവർ പറഞ്ഞു, മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക. അല്ലാഹുവേ, ഈ ഭൂമി ലോകത്തെ, ഈ ചന്ദ്രനെ, ഈ ഗോളങ്ങളെ, ഈ നക്ഷത്രങ്ങളെ, ഈ ആകാശമണ്ഡലങ്ങളെ നീ വെറുതെ പടച്ചതല്ല. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അവൻ ഉറക്കമൊഴിച്ചിരുന്ന് ഓതിയിട്ട് നിന്നെ വാഴ്ത്തി റബ്ബേ. അതുകൊണ്ട് അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് നീ ശഫാഅത്ത് കൊടുക്കണം. ഫശഫഇനി ഫീ. അവന്റെ വിഷയത്തിൽ ശുപാർശ ചെയ്യാൻ നീ എനിക്ക് അനുവാദം നൽകണം. അങ്ങനെ പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ പവിത്രമായ നോമ്പും നമുക്ക് വേണ്ടി ശുപാർശകരായി നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ എഴുന്നേറ്റ് നിൽക്കും സഹോദരങ്ങളെ. അങ്ങനെയുള്ള റമളാനാണ് പോകുന്നത്. അതുകൊണ്ട് നാം വളരെയേറെ വിഷമിച്ചും വേദനയോടും വളരെ ആത്മാർത്ഥമായും ആ റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുമ്പോൾ, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ സബ്ർ. ക്ഷമയുടെ മാസമേ, ഖുർആൻ പാരായണം ചെയ്ത മാസമേ, നോമ്പ് പിടിച്ച മാസമേ, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകിയ മാസമേ, ഇൽമുകൾ കൂടുതൽ ചർച്ച ചെയ്ത് പഠിക്കാനും കേൾക്കാനും അവസരം തന്ന മാസമേ, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. അതാണ് പാപ്പരായ ആളുകൾ. ധാരാളം നിസ്കാരങ്ങളും നോമ്പുകളും ഉംറകളും ഹജ്ജുകളും സ്വതക്കകളും ദിക്റുകളും എല്ലാമായി അവർ മഹ്ശറ മൈതാനിയിൽ വരികയാണ്. അവര് തുടക്കത്തിൽ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ചില ആളുകൾ അവിടെ വരും, അല്ലാഹുവേ, ഈ നിൽക്കുന്ന ആൾ എന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ ആളാണ്, എന്നെ കുറിച്ച് നമീമത്ത് പറഞ്ഞ ആളാണ്, എന്നെ കുറിച്ചില്ലാത്തതും ഉള്ളതും എന്റെ അസാന്നിധ്യത്തിൽ പരത്തിയ ആളാണ്. ഫോണിലൂടെ എന്നെ സംബന്ധിച്ച് അവർ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അള്ളാഹു പറയും അതിന് പകരം കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഈ ചൂടത്ത് അനുഷ്ഠിച്ച നോമ്പും പ്രയാസപ്പെട്ട് നിസ്കരിച്ച തറാവീഹുമെല്ലാം ഓരോ ദിവസത്തതും അവരെ കണക്കനുസരിച്ച് നാം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് അവസാനം കൊടുക്കാനൊന്നുമില്ല. ഇനിയും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറയും, എങ്കിൽ അവന്റെ സയ്യിആത്തുകൾ നീ വഹിക്കുക, അവന്റെ തെറ്റുകുറ്റങ്ങൾ നീ ഏറ്റെടുക്കുക. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സന്തോഷവുമായി കടന്നു വന്ന ആളുകൾ ഉള്ള അമലുകൾ നഷ്ടപ്പെട്ട അവസാനം ചർച്ച ചെയ്യാനും
ഷെയർ ചെയ്യാനും സംസാരിക്കുവാനും പ്രമേയമാക്കിയത് അവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങളും കൂടി ഏറ്റെടുത്ത് അവിടെ പാപ്പരായി നിൽക്കുന്ന ചില ആളുകളെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദ് ലിസാനക്. അതുകൊണ്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നാം ചെയ്യുന്ന അമലുകൾ മറ്റൊരാൾക്കും കൊടുക്കാനുള്ളതല്ല, അത് നമുക്ക് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഉറക്കമൊഴിച്ചും ക്ഷീണിച്ചും നാം നേടിയെടുക്കുന്ന ആത്മീയമായ പരിവേശം അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നമ്മുടെ നാവിനെ സംബന്ധിച്ച് നാം ശ്രദ്ധയോടെ ഇരിക്കുക. ഇഹ്ഫദ് ലിസാനക്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. തുടർന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹ്ബിസ് നഫ്സക്, നിന്റെ ശരീരത്തെ നീ ചങ്ങലക്കിടുക, നീ ജയിലിൽ അടയ്ക്കുക, നീ പിടിച്ചു കെട്ടുക. ആ ശരീരം പറയും ഒന്നുറങ്ങാം. വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതവും രഹസ്യ ജീവിതവും എല്ലാം ഒപ്പിയെടുത്ത് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു നൽകിയ ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റുൽ അഖീർ ശദ്ദ മഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ റമളാൻ മാസത്തിൽ മുണ്ട് മുറുക്കിയൊടുക്കുകയാണ്. എന്തിനാണ് മുണ്ട് മുറുക്കിയൊടുക്കുക എന്ന പ്രയോഗം നാം ഉപയോഗിക്കുന്നത്? ഒരു വല്ലാത്ത പരിശ്രമത്തിന് തയ്യാറാവുകയാണ്. ഒരു വലിയ ഭാരം എടുക്കാൻ നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ട് ഒന്നും കൂടി മുറുക്കി ഉടുക്കും, ഒന്നും കൂടെ സ്റ്റഡിയാവും. അറ്റൻഷൻ സ്റ്റാൻഡീസ് എന്ന് ഡ്രില്ലിൽ പറയുന്നത് പോലെ ഒന്ന് റെഡിയാവുകയാണ്. അതുവരെ നല്ല തയ്യാറെടുപ്പിലായിരുന്നു. 1 മുതൽ 20 വരെയും നല്ല അധ്വാനത്തിലായിരുന്നു. എന്നാൽ ആ അധ്വാനമൊന്നും പോരാ, ഇനി നല്ല മികച്ച ഒരു അധ്വാനം വേണം. അതുകൊണ്ട് ഹബീബായ തങ്ങൾ മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത തയ്യാറെടുപ്പ്. ശരീരത്തിന്റെ ക്ഷീണമോ അതിന്റെ അലസതയോ ഒന്നും വകവെക്കാതെ ആ ആത്മീയമായ വഴിയിൽ ആ ശരീരത്തെ കൊണ്ടുപോകുമായിരുന്നു. വഅഹ്യാ ലൈലഹു, നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ രാത്രി സജീവമാക്കുമായിരുന്നു. മാത്രവുമല്ല വഅയ്ഖള അഹ്ലഹു, തന്റെ അഹ്ലുകാരെ, ഭാര്യമാരെ, സന്താനങ്ങളെ, തന്റെ ഖാദിമീങ്ങളെ വിളിച്ചുണർത്തി ഇബാദത്ത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. മുഹമ്മദീയ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഒറ്റയൊറ്റ രാവുകളെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ ഇനി അത്തരം രാവുകൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാത്രി ഒന്ന് സജീവമാക്കി ഒരു പക്ഷേ ആ ലൈലത്തുൽ ഖദ്റുമായി യോജിച്ചുകൊണ്ട് നാം ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു സ്വതക്ക ചെയ്താൽ, ഒരു റക്അത്ത് നമ്മൾ നിസ്കരിച്ചാൽ, ഒരു പേജ് നാം ഖുർആൻ ഓതിയാൽ അത് 83.4 മാസം, 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ്. അഥവാ 1000 മാസം അത്രയാണ് വർഷക്കണക്കനുസരിച്ച്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുക, ചങ്ങലക്കിടുക, അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുക. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വബ്കി അലാ ഖതീഅതിക്,
നീ ധാരധാരയായി കണ്ണീരൊലിപ്പിക്കുക. അല്ലദീ അൽഹക വ അബ്ക. പരിശുദ്ധ ഖുർആൻ ചിരിപ്പിച്ചവനെ ആയ അള്ളാഹുവിനെ പ്രശംസിക്കുന്നുണ്ട്, കരയിപ്പിച്ചവനുമായ അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ കണ്ണീരിന്റെ ജലം അത് നാളെ ശേഖരിച്ചു വെച്ച് നമ്മുടെ ദേഹത്തേക്ക് വരുന്ന നരകാഗ്നിയെ കെടുത്താൻ നാളെ മഹ്ശറയിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നരകത്തിലേക്ക് ഒഴിക്കുന്നത് കാണാം. എന്താണ് എന്ന് അത് ചോദിച്ചപ്പോൾ അത് മുഹമ്മദീയ സമുദായം തന്റെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണീരാണ്. അള്ളാഹു നമ്മുടെ മഹ്ശറ ജീവിതം അതുപോലെ തന്നെ ആഖിറം നമുക്ക് വെളിച്ചമാക്കി തെരുമാറാകട്ടെ. നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബാദികൾ, സഹായികൾ അള്ളാഹു രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. തസ്ബീഹ് മാലയുടെ കൂട്ടിയടിക്കുന്ന ആ ശബ്ദം പോലും, തസ്ബീഹ് മണി തസ്ബീഹ് ചെല്ലുമ്പോ കുട്ടിമുട്ടുന്ന ശബ്ദത്തെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ചെയ്തു പോയ പാപത്തിന്റെ മേൽ വിറങ്ങലിച്ച് നിലവിളിച്ച് കണ്ണീരൊലിപ്പിക്കുന്ന ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങിക്കരച്ചിലിന്റെ ഞെരുക്കത്തിന്റെ ശബ്ദമാണ് എന്ന് ഇമാം റാസി അവിടുത്തെ മാസ്റ്റർ പീസായ തഫ്സീറുർ റാസിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നീ കരയുക. നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടിയെന്ന് ഒരാളും നിനക്ക് ഉറപ്പ് തന്നിട്ടില്ല. അതുകൊണ്ട് അതിപ്പോ ഒരുപാട് വർഷമായല്ലോ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ചെയ്തതാണല്ലോ, ഇപ്പൊ എനിക്ക് 60 വയസ്സാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ വകുപ്പില്ല. നാം ഓർമ്മയായ കാലം മുതൽ, പ്രായപൂർത്തിയായ കാലം മുതൽ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും അപരാധങ്ങളും പാപങ്ങളെയും ഓർത്തുകൊണ്ട് നീ കരയുക. കരച്ചിൽ ഒരു നല്ല മരുന്നാണ്, കണ്ണിന് ആരോഗ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ന്യൂ ബോൺ ജനിച്ച കുട്ടി കരഞ്ഞില്ല എങ്കിൽ ഡോക്ടർക്ക് അങ്കലാപ്പാണ്, തള്ളയ്ക്ക് വിഷമമാണ്. പുറത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്, കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ കരയാൻ വേണ്ടി ഡോക്ടർമാർ അവർ കയ്യിരിക്കുന്ന ഇരുമ്പിന്റെ സാധനങ്ങൾ താക്കോല് പോലെയുള്ളത് കൊണ്ട് അവന്റെ കാൽപാദത്തിന്റെ അടിയിൽ തോണ്ടുന്നത് കാണാം. അങ്ങനെ കരഞ്ഞു കിട്ടിയാൽ അവന്റെ എല്ലാ സിസ്റ്റവും പ്രവർത്തിച്ചു തുടങ്ങി. 9 മാസം റെസ്റ്റിലായിരുന്നു അവന്റെ ശരീരം. റെസ്റ്റിൽ കടന്ന ഒരു വാഹനം രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് തള്ളിക്കൊടുക്കൽ ആവശ്യമാണ്. ഒരു 5-6 ദിവസം ഓഫായി കിടന്ന വണ്ടി, അല്ലെ ഹർത്താല് പ്രമാണിച്ച് യാത്ര മുടങ്ങിയ വാഹനം അത് രണ്ടാമത് ദിവസങ്ങൾ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തള്ളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഒരു തള്ളൽ, അങ്ങനെ കുട്ടി കരയുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. കുഞ്ഞ് കരഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. ഇനി എല്ലാവരും കരയുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് മടങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പ മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ളവർ കരയുകയാണ്, അപ്പോൾ നമുക്ക് ചിരിക്കണം. പണ്ട് ഞാൻ ജനിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സമയത്ത് കരഞ്ഞു നമ്മൾ, അപ്പോൾ എല്ലാവരും ചിരിച്ചു. അൽഹംദുലില്ലാഹ്, കുട്ടി കരഞ്ഞിട്ടുണ്ട്, ആരോഗ്യവാനാണ്. എന്നാൽ എല്ലാവരും നമ്മുടെ ചുറ്റിൽ നിന്ന് കരയുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അപ്പോൾ നമുക്ക് സ്വർഗം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മടങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ക്ഷീണം കൊണ്ട് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തും ചെയ്തുപോയ പാപങ്ങളുടെ ഓർത്തും നാം വല്ലാതെ ആ കണ്ണീരുകൾ ഒലിപ്പിക്കുക. ആ കണ്ണീര് നമുക്ക് ആവശ്യമാണ്, അത് ശേഖരിച്ചു വെക്കപ്പെടും. നാളെ കത്തിജ്വലിക്കുന്ന, ആർത്തടിച്ചു വരുന്ന ജ്വാലകൾ കണക്കെ ജഹന്നം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജഹന്നം ചോദിക്കും, ഇനിയും വേണം, ഹൽ മിൻ മസീദ്, ധാരാളം ഇനിയും വേണം എന്ന് നരകം ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ആ നരകത്തിന്റെ തീജ്വാലകളെ ഈ കണ്ണീര് കൊണ്ട് കെടുത്തിത്തരണം.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഇടയത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ പരിചയപ്പെടുത്തുകയാണ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവിടെ ചോദിക്കും, നിനക്കെന്താണ് വേണ്ടത്? അല്ലാഹു അതാ നിന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിന്റെ ചോദ്യത്തിന് അല്ലാഹു ശ്രദ്ധിച്ചിരിക്കുന്നു, നീ ഇഷ്ടമുള്ളത് ചോദിക്കുക. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങൾ നീ അല്ലാഹുവിനോട് പറയുക. അർഹമുർ റഹീമായ റബ്ബ് നിന്റെ ആവശ്യങ്ങൾ കേൾക്കാനും അത് വീടിത്തരാനും തയ്യാറാണ്. നാം ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തുക. ധാരാളമായി യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരുന്നതാണ്. ഈ കാര്യം ആ മലക്ക് നമ്മളോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ആണുങ്ങൾ പള്ളികളിൽ തന്നെ വന്ന് ഇഅ്തികാഫ് സജീവമാക്കുക. ഉമ്മമാർ അവരുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായി, തറാവീഹിന് മുമ്പ് ഒരു കുളി സുന്നത്തുണ്ട്, അതെല്ലാം നിർവഹിച്ച് റാഹത്തായി ഉന്മേഷം വീണ്ടെടുത്ത് തറാവീഹും അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരവും വിത്ർ നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാമായി കഴിഞ്ഞുകൂടുക. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വാങ്ക് വിളിക്കുന്നത് വരെയും ഇബാദത്തിലാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഖബർ വിശാലത ചെയ്തു തരുമാറാകട്ടെ. നമ്മളുടെ ഉപജീവന മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മളുടെ സന്തോഷത്തിന് കാരണമായവരെ അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹായികൾ, സുഹൃത്തുക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.